ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് അധികൃതരും കള്ളക്കളി നടത്തി. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിനു പിന്നാലെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതും ഏറെ ദുരൂഹമായിരുന്നു. ഈ പരാതിയുടെ സമ്മർദ്ദം കാരണമായിരുന്നു സിദ്ധാർത്ഥന്റെ ആത്മഹത്യയെന്ന് വരുത്താനായിരുന്നു നീക്കം. ഈ കുട്ടിയുടെ പരാതിയിൽ കോളേജിലെ അച്ചടക്ക സമിതി യോഗവും ചേർന്നു. സിദ്ധാർത്ഥൻ മരിച്ചതുകൊണ്ട് പരാതി എഴുതിത്തള്ളി ആത്മഹത്യയ്ക്ക് കാരണം ഈ പരാതിയാണെന്ന് വരുത്താനായിരുന്നു ശ്രമം. ഇതിന് കോളേജിലെ അധ്യാപകരും കൂട്ടുനിന്നു. അതുകൊണ്ടാണ് കോളേജ് അധികൃതർക്കും പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നത്. കെട്ടിത്തൂങ്ങി നിന്ന സിദ്ധാർത്ഥനെ അഴിച്ചിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും തെളിവ് നശിപ്പിക്കാനായിരുന്നു. ഇതിന് പിന്നിലും കോളേജ് അധികാരികളുണ്ട്. മരിച്ചു എന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് തന്നെ പോലീസിനെ വിവരം അറിയിക്കണമായിരുന്നു. അതിനിടെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 4ഇടത്ത് വച്ച് മർദ്ദിച്ചു. മലച്ചെരുവിലും ആക്രമണമുണ്ടായി. ആഹാരം കൊടുക്കാതെ സിദ്ധാർത്ഥനെ പൂട്ടിയിട്ട് മർദ്ദിച്ചു. അതിനുശേഷം കൊന്നു കെട്ടിത്തൂക്കിയെന്നാണ് സൂചന. ഇത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നത്. താമസിക്കാതെ ഈ കുട്ടികൾ സത്യം പുറത്തു പറയുമെന്ന് വിലയിരുത്തുന്നുണ്ട്. അതിനിടെ SFI പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠന വിലക്ക് വന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങൾ എവിടെയും ഇവർക്ക് പഠനം തുടരാനാവില്ല. സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിൽ 18 പേർക്കും സംഭവത്തിൽ പങ്കുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ് വിലക്ക്. അതേസമയം കേസിൽ പ്രതിയായ ഒരാൾ കൂടി വെള്ളിയാഴ്ച കീഴടങ്ങി. മലപ്പുറം സ്വദേശിയായ ഇയാൾ കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം 11ആയി. കസ്റ്റഡിയിലുണ്ടായിരുന്ന SFI കോളേജ് യൂണിയൻ സെക്രട്ടറി അമൽ ഇസ്ഹാഖ്, പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റും വെള്ളിയാഴ്ച രേഖപ്പെടുത്തി. കേസിൽ നേരത്തെ 7 പേർ അറസ്റ്റിലായിരുന്നു. ബാക്കിയുള്ള 7 പേരെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 31 പേർ ചേർന്നായിരുന്നു സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നാണ് സൂചന. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി. ദേഹമാസകലം ബെൽറ്റ് കൊണ്ട് അടിച്ചതിന്റെയും അടയാളങ്ങളുണ്ടായിരുന്നു. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായും മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തി. അവന്റെ കൂടെ പഠിച്ച 4 പേരും സീനിയേഴ്സും ചേർന്നാണ് മർദ്ദിച്ച് അവനെ അവശനാക്കി 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കിയത്. ഇത് ഞാൻ ആരോപണമായി പറയുന്നതല്ല. കൂടെ പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് എന്റെ ചെവിയിൽ പറഞ്ഞതാണ്. ഇതാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത്. സിദ്ധാർത്ഥന്റെ സംസ്കാരത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നെ മാറ്റി നിർത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആൺകുട്ടികൾക്ക് പേടിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായിക അധ്യാപകർ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അച്ഛൻ പറയുന്നു. കുട്ടികളുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കാത്തത്. ഇനി ആ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സമൂഹം മുഴുവൻ അവർക്കൊപ്പം നിൽക്കും. ഹോസ്റ്റലിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ റാഗിംഗ് നടക്കാറുണ്ടെന്നാണ് അവൻ മുൻപ് പറഞ്ഞത്. എന്നാൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെയെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ശേഷം 3 ദിവസം അവന് വെള്ളം പോലും കൊടുത്തിട്ടില്ല, അച്ഛൻ പറയുന്നു.